ഹലോ, ഗുഡ് മോർണിംഗ്. എയർ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോ 21 തീയതി ആണ് കേട്ടാ. 21 തീയതി ബുധനാഴ്ചയാണ്. നമ്മള് രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ യൂബർ ഓണാക്കി, ഇപ്പൊ യാത്രിയും കൂടെ ഓണാക്കി. ഇനി നമുക്ക് റാപ്പിഡോയും കൂടെ ഓണാക്കിയിടാം. റാപ്പിഡോ ഇവിടെ റാപ്പിഡോയും കൂടെ ഓണാക്കിയിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഇന്നലെ നമ്മൾ ഒരുപാട് പനിയൊക്കെ കഴിഞ്ഞാണ് ഇറങ്ങിയോണ്ടാണെന്ന് തോന്നുന്നു ഇന്നലെ ട്രിപ്പ് കുറവായിരുന്നു. എന്താണെന്നറിയില്ല. ഇന്നലെ രാവിലെ ഒരു 11:30-12 മണി കൊള്ളിച്ച് പിന്നെ അങ്ങോട്ട് ട്രിപ്പ് തീരെ ഇല്ലായിരുന്നു. പിന്നെ ഒരു 3:30 വരെ ഞാൻ പള്ളുരുത്തി കടന്നു നോക്കി. ഒരു രക്ഷയില്ലാത്തോണ്ട് പിന്നെ അവിടുന്ന് കാലിക്കെടുത്തു പോകുന്നു. പിന്നെ വൈകിട്ട് ഇറങ്ങാന്ന് വെച്ചോണ്ട് പിന്നെ മഴയായിപ്പോയി. പിന്നെ ഇറങ്ങാൻ തോന്നിയില്ല. നമുക്ക് മാക്സിമം ട്രിപ്പ് എടുക്കാം എന്നുള്ള രീതിയിലാണ്. അപ്പൊ നമുക്ക് CNG 4 ഘട്ടമുണ്ട്. നമുക്ക് ഇവിടുന്ന് പോയി അടിക്കുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല അല്ലേ. നമുക്ക് ഏതായാലും നമുക്ക് രാവിലെ അങ്ങോട്ടൊക്കെ കിട്ടുന്നതെന്ന് അറിയത്തില്ല. ഏതായാലും നമുക്ക് നോക്കാം കേട്ടോ. CNG 4 ഘട്ടമുണ്ട്. ഇതേ നമുക്ക് ട്രിപ്പ് വന്നു. കച്ചേരിപ്പടിക്കാണ് കേട്ടോ. പാണ്ഡവത്ത് റോട്ടിൽ നിന്നാണ് തോന്നുന്നു. അപ്പൊ നമുക്ക് പതുക്കെ റാപ്പിഡോ ഓഫ് ആക്കി കേട്ടാ. അങ്ങനെ നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് ലഭിച്ചേക്കാണ് കേട്ടാ. പാണ്ഡവത്ത് റോട്ടിൽ നിന്നാണ്. ഓണാക്കി 5 മിനിറ്റ് പോലും ആയില്ല കേട്ടാ. അപ്പൊ തന്നെ നമുക്ക് ട്രിപ്പ് അടിച്ച്. ഒരു അമലാണ് കേട്ടോ ബുക്ക് ചെയ്തേക്കുന്നത്. കച്ചേരിപ്പടിക്കാണ്. ഓക്കെ, നമുക്ക് അപ്പൊ അമലിനെ പിക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഇപ്പൊ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. നമുക്ക് നോർത്ത് റെയിൽവേ സ്റ്റേഷനിലോട്ടായിരുന്നു കേട്ടോ. നോർത്ത് റെയിൽവേ സ്റ്റേഷനിലോട്ടായിരുന്നു. ഇതാണ് 10 കിലോമീറ്റർ ഉണ്ടായിരുന്നു. 290 രൂപ ക്യാഷ് 260 രൂപ ക്യാഷ് കളക്റ്റഡും 206 രൂപ നമുക്ക് ലഭിച്ചു കേട്ടോ. അപ്പൊ നമ്മളിപ്പോ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ വെയിറ്റ് ചെയ്യാണ്. ട്രിപ്പ് അടിക്കാൻ പറ്റില്ല. ഏതായാലും ഒരു 10-15 മിനിറ്റ് ആ കൂടെ വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മളിവിടെ തന്നെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. നമുക്ക് ട്രിപ്പ് ഒന്നും ലഭിച്ചില്ല. ഇപ്പൊ സമയം ഇവിടെ വന്നിട്ട് ഇപ്പൊ ഒരു എത്ര മിനിറ്റ് ആയി നോക്കട്ടെ, പറയാട്ടോ. 1/2 മണിക്കൂർ കഴിഞ്ഞേട്ടാ. ട്രിപ്പൊന്നും വന്നില്ല. ഏതായാലും നമുക്ക് പോയി ചായ കുടിക്കാം. ചായ കുടിച്ചിട്ട് ഇവിടുന്ന് മാറ്റിയിടാം. ഓക്കെ, 206 രൂപ ഓടിയിട്ടുണ്ട്. അങ്ങനെ 2 മണിക്കൂറിന് ശേഷം നമുക്ക് ട്രിപ്പ് അടിച്ചേക്കാണ് കേട്ടാ. ഭയങ്കര വെയിറ്റിംഗ് ആയിപ്പോയി. നമുക്ക് ഇവിടുന്ന് തൃപ്പൂണിത്തറയാണ് കേട്ടോ അടിച്ചേക്കുന്നത്. 2-2.5 മണിക്കൂറായി നമ്മളിവിടെ. അവിടെ 6 മണിയായപ്പോ ഇവിടെ വന്നതാണ്.
ഇപ്പൊ സമയം 8:30 മണിയാകാൻ പോകുന്നു. 2.5 മണിക്കൂറോളം ആവുന്നു കേട്ടോ. ഏതായാലും നമുക്ക് ഇവിടുന്ന് തൃപ്പൂണിത്തറ അടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, നമുക്കങ്ങനെ ആ ട്രിപ്പ് തൃപ്പൂണിത്തറക്കായിരുന്നു. തൃപ്പൂണിത്തറ ഡ്രോപ്പ് ചെയ്തപ്പോ തന്നെ നമുക്ക് ഇവിടുന്ന് പള്ളിമുക്ക് അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ആളെ പിക്ക് ചെയ്യാൻ വേണ്ടി പൊക്കോണ്ടിരിക്കുകയാണ്. ആള് വെയിറ്റിങ്ങിലാണ്. അപ്പം ഇവിടെ FA സിറ്റി നഗറിൽ നിന്നാണ്. അപ്പൊ നമ്മൾ ആ ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. നമ്മളിപ്പോ ഉള്ളത് പള്ളിമുക്കിലാണ്. ആ ട്രിപ്പ് നമ്മളിപ്പോ 3 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. മൂന്നാമത്തെ ട്രിപ്പ് ഇതാണ്. 9.45 കിലോമീറ്റർ ഉണ്ട്. 210 രൂപ ക്യാഷ് കളക്റ്റഡും 183 രൂപ നമുക്ക് ലഭിച്ചു കേട്ടോ. അപ്പൊ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ്. ഇവിടെ വെയിറ്റ് ചെയ്ത് ഇച്ചിരി അങ്ങോട്ട് മാറ്റിയിടാം. ഇവിടെ വഴിക്ക് ഇച്ചിരി വീതി കുറവാണ്. അപ്പുറത്തെ വഴി ബ്ലോക്ക് ആയതുകൊണ്ട് എല്ലാ വണ്ടിയും ഇതിലേ കയറി വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് വീണ്ടും റാപ്പിഡോയും കൂടെ ഓണാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. യാത്രി ഓണാക്കി ഇടുമ്പോഴേ ഫോണ് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഹീറ്റാവും. എന്താണെന്നറിയില്ല. അതുകൊണ്ട് ഞാൻ ഓഫാക്കിയിട്ടൊക്കെയാണ് കേട്ടോ. അപ്പൊ നമുക്ക് അങ്ങോട്ട് വെയിറ്റ് ചെയ്യാം. ചെറുങ്ങോട്ട് മാറ്റിയിടാം. നമുക്ക് 3 ഘട്ട CNG ഉള്ളു കേട്ടോ. അങ്ങോട്ടൊരു CNG പമ്പിന്റെ അതിലെ പോവാണെങ്കിൽ നോക്കിയാം. ഓക്കെ, അങ്ങനെ ഇവിടുന്ന് അടുത്ത ട്രിപ്പ് അടിച്ചിരിക്കുകയാണ് കേട്ടോ. പാലാരിവട്ടത്തോട്ടാണ് കേട്ടോ. നമ്മുടെ ഈ തൊട്ടടുത്ത് വന്ന് BTH ഹോട്ടലിൽ നിന്നാണ് കേട്ടോ. ഒരു ആരാണ് അപ്പൊ നമുക്ക് പിക്ക് ചെയ്യാം. നമുക്ക് വൈറ്റില ഹബിന്റെ അവിടെ നിന്ന് ഒരു ട്രിപ്പ് കിട്ടിയേക്കാണ് കേട്ടോ. തൈക്കുടത്തു നിന്നാണ്. തൈക്കുടത്ത് മറ്റേ ഐലൻഡ് ഉണ്ടല്ലോ, അവിടെ നിന്നായിരുന്നു. കളമശ്ശേരിക്കാണ് കിട്ടിയേക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മള് പാലാരിവട്ടത്ത് ഡ്രോപ്പ് ചെയ്തിട്ട് നമുക്ക് CNG കുറവായതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് പോന്നു. വൈറ്റില വന്ന് CNG ഒക്കെ അടിച്ച് ഒരു ചായയൊക്കെ കുടിച്ച് സെറ്റായിരുന്നപ്പോഴാണ് നമുക്ക് ഈ ട്രിപ്പ് വന്നത്. അപ്പൊ നമ്മൾ ആ ട്രിപ്പ് എടുക്കാൻ വേണ്ടി പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. ചെറിയ രീതിയിൽ ബ്ലോക്ക് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. KSRTC ഒക്കെ പറഞ്ഞാ വരുന്നത്. വേണ്ട, ചെറിയ രീതിയിൽ ബ്ലോക്ക് ഉണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, അങ്ങനെ നമ്മളിപ്പോ ഉള്ളത് ചക്രപ്പറമ്പ് ഹോളിഡേ ഇൻ ഹോട്ടലിന്റെ അവിടെയാണ് കേട്ടോ. ഈ കാണുന്നതാണ് ഹോളിഡേ. അപ്പൊ അത് കളമശ്ശേരിക്കായിരുന്നു ആ ട്രിപ്പ്. അപ്പൊ അവര് ചെല്ലാനിരുന്ന ഒരു ഡെന്റൽ ക്ലിനിക്കിലേക്കായിരുന്നു. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു ചെല്ലണ്ട, അവിടെ ഇല്ല, ഡോക്ടർ ഇല്ലാന്നെങ്ങാണ്ട് എന്താ പറഞ്ഞു. അപ്പൊ അവര് ലുലു പോകാന്നൊരു ഇത് വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വേണ്ട, ഇവിടെ കണ്ട ഒരു ബോംബെ ഡൈ ഉണ്ട്, അവിടെ പോകാന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഹോളിഡേന്റെ അവിടെ ഡ്രോപ്പ് ചെയ്തു. അപ്പൊ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ്. നമുക്ക് ലഭിച്ചത് 154 രൂപയാണ് കേട്ടോ. നമുക്ക് ലഭിച്ചത് 5 ട്രിപ്പ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. 6.74 കിലോമീറ്റർ ഉണ്ടായിരുന്നു. 154 രൂപ. അപ്പൊ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ്. അടുത്ത ട്രിപ്പ് അടിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ്. ഇന്ന് മൊത്തത്തിലൊരു മന്ദഗതിയാണ്. ആകെ 890 രൂപ ആയിട്ടുള്ളൂ കേട്ടോ. ആണോ വേണ്ടയോ എന്ന് ചോദിച്ചാണ് ട്രിപ്പ് വരുന്നത്. ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അടുത്ത ട്രിപ്പ് എങ്ങോട്ട് അടിക്കുന്നത് നോക്കാം കേട്ടോ. ഓക്കെ, അങ്ങനെ ഒരുപാട് കാത്തിരിപ്പിന് ശേഷം നമുക്ക് ഇവിടുന്ന് ഒരു ഇന്റർസിറ്റി അടിച്ചേക്കേട്ടാ. കാഞ്ഞിരമറ്റത്തേക്കാണ് കേട്ടോ. അപ്പൊ നമുക്ക് ആ ട്രിപ്പ് എടുക്കാം. ഓക്കെ, ഒരു ബിന്ദു പ്രമോദാണ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഉള്ളത് കാഞ്ഞിരമറ്റത്താണ് കേട്ടോ. കാഞ്ഞിരമറ്റം വടകര ഇനി പോന്നു. അപ്പൊ നമ്മളിവിടെ ഒന്ന് ഡ്രോപ്പ് ചെയ്തു. അപ്പൊ നമുക്ക് ലഭിച്ചത് 687 രൂപ നമുക്ക് ലഭിച്ചു കേട്ടോ. അങ്ങനെ 6 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ നമ്മളിവിടെ ഇപ്പൊ സമയം 12:20 ആയിട്ടുണ്ട്. അന്നിപ്പോ ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോ അവിടെ ഇലയിലൂണ് കഞ്ഞി എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മള് വടകരന്ന് ഇവിടെ ചോറ്റാനിക്കര റൂട്ടിലാണ് കേട്ടോ നമ്മൾ കിടക്കുന്നത്. അപ്പൊ നമ്മള് കഞ്ഞി കുടിക്കാന്ന് വിചാരിച്ച് ഇവിടെ ഇറങ്ങാണ്. അപ്പൊ നമുക്ക് ഓൺലൈനാണ്, അടിക്കുകയാണെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറയാം. ഓക്കെ,
നമ്മള് ഊണൊക്കെ കഴിഞ്ഞേട്ടാ. ഊണ് കഴിഞ്ഞു. വീണ്ടും നമ്മള് അതൊക്കെ ഇവിടുന്ന് കാഞ്ഞിരമറ്റത്തോട്ട് പോവാണ് കേട്ടോ. ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. എന്താ നമ്മുടെ മറ്റേ തലപ്പാറ അവിടുന്ന് അടിച്ചിട്ടുണ്ട്. ഏതായാലും നമുക്ക് അങ്ങോട്ട് പോവാം. കാഞ്ഞിരമറ്റ ഏരിയയിലോട്ട് പോവാം കേട്ടാ. കഞ്ഞി കുടിക്കാൻ ചെന്നു, കഞ്ഞി കിട്ടിയില്ല. ചോറ ഉണ്ടായിരുന്നുള്ളൂ, കഞ്ഞി തീർന്നു പോയി. അത് പിന്നെ ചോറുണ്ട്, 60 രൂപ ചോറ്. അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞ് നമ്മളെ അടിപൊളി ഊണാ, കുഴപ്പമില്ല കേട്ടാ, സെറ്റാണ്. അപ്പൊ നമ്മൾ അവിടെ നിന്ന് പോന്നു. നമുക്ക് പള്ളിത്താഴത്ത് പോയി കിടക്കാം. പള്ളിത്താഴ കാഞ്ഞിരമറ്റത്തിന് ഇടയ്ക്ക് പോയി കിടക്കാം കേട്ടാ. ഇനി എങ്ങനെ ട്രിപ്പ് അടിക്കുമോ ഇല്ലെന്ന് അറിയില്ല. ഈ സമയത്ത് ഇവിടുന്ന് അങ്ങനെ അടിച്ചു കിട്ടിയിട്ടില്ല. നമുക്ക് നോക്കാം, അടിക്കുമോ ഇല്ലെന്ന് അറിയത്തില്ല. ഓക്കെ, അപ്പൊ ട്രിപ്പ് പറ്റാട്ടാ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കാഞ്ഞിരമറ്റത്ത് നിന്ന് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. നമ്മള് ആമ്പല്ലൂര് വന്ന് കിടക്കാണ് കേട്ടാ. ആമ്പല്ലൂര് ഇവിടെ ഒരു തണുത്ത് നോക്കി വണ്ടി ഒതുക്കിയിട്ടേക്കാണ്. ഇവിടുന്ന് ഇപ്പൊ നമുക്ക് ഇവിടെ പള്ളിത്താഴത്തുനിന്നും അടിക്കാൻ ട്രിപ്പ്, കാഞ്ഞിരമറ്റത്തുനിന്നും അടിക്കും. അതുകൊണ്ട് രണ്ടിന്റെ ഇടയ്ക്ക് വന്ന് കിടക്കാണ് കേട്ടാ. ഇനിയിപ്പോ ബാക്കിയൊക്കെ എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. ഏതായാലും നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. ഇപ്പൊ ഇനി വന്നേ ഉള്ളൂ കേട്ടാ. ഒരു 1/4 മണിക്കൂറോടെ വെയിറ്റ് ചെയ്യാം. എന്താവുമെന്ന് അറിയത്തില്ല, നോക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് ഇവിടുന്ന് ട്രിപ്പ് വന്നതാണ്. നോക്കിയാൽ ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. നമുക്ക് പള്ളിമുക്കത്തേക്ക് ഒരു ട്രിപ്പ് വന്നേ, വീണ്ടും അടിക്കുന്നു. ഇതിലെന്താ കാര്യമെന്ന് അറിയില്ല കേട്ടാ. വീണ്ടും എടുക്കാം, എന്താ പ്രശ്നമെന്ന് അറിയത്തില്ല. നമുക്കൊന്ന് വിളിച്ചു നോക്കാം. ഒരു നിഗയാണ്. എന്താ പ്രശ്നമെന്ന് ചോദിച്ചു നോക്കാം കേട്ടാ. എന്താണ് ഇങ്ങനെ ക്യാൻസൽ ചെയ്യുന്നത്? നമുക്കൊന്ന് വിളിച്ചു നോക്കാം. ഹലോ, ഒരു ബുക്കിംഗ് വന്നായിരുന്നു, അത് ക്യാൻസൽ ചെയ്തോണ്ട് വിളിച്ചാണ്. ഇനിയിപ്പോ വരണ്ട, അപ്പൊ ക്യാൻസൽ ചെയ്തു. ഞാൻ ആമ്പല്ലൂര് പമ്പിന്റെ അവിടെ. ആമ്പല്ലൂര് പമ്പിന്റെ അവിടെ. ഞാനത് കാഞ്ഞിരമറ്റം മില്ലിങ്കൽ എന്നാണ് വിളിക്കുന്നത്. ഒരു ശനിയാഴ്ചത്തേക്ക് ഒരു ഇതുണ്ടായിരുന്നു, ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇതുവരെ ഒന്ന് ബുക്ക് ചെയ്ത് നോക്കിയതാണ്. റേറ്റ് ഇതിൽ കാണിക്കുന്ന ആ എക്സാക്ട് റേറ്റ് തന്നെയായിരിക്കും അല്ലേ? അതെ, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ അല്ലേ? ഇത് വൺ സൈഡ് അല്ലേ പറയുന്നത്? വൺ സൈഡ്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും നമുക്കിങ്ങനെ ഇതുണ്ടെങ്കിലോ, വെയിറ്റിംഗ് ഉണ്ടെങ്കിലോ, വെയിറ്റിംഗ് റിട്ടേൺ ഒക്കെ ആണെങ്കിൽ എങ്ങനെ? ഇപ്പൊ നമ്മളൊരു സ്ഥലത്ത് പോയി അവിടെ ഒരു വെയിറ്റിംഗ്, നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട സാഹചര്യം വന്നു, എന്നിട്ട് പിന്നെ തിരിച്ച് റിട്ടേൺ ഉണ്ടല്ലോ, അങ്ങനെ വെയിറ്റിംഗ് ചാർജ് അങ്ങനെ ഇപ്പൊ ഉണ്ടോന്നാ ചോദിച്ചത്. അതിപ്പോ നമ്മൾ ബുക്ക് ചെയ്യുമ്പോ തന്നെ റിട്ടേണുകൾ കൊടുക്കണം, ഇത്ര മണിക്കൂറത്തേക്ക്. റിട്ടേൺ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, ക്യാൻസൽ ചെയ്തോ? ക്യാൻസൽ ചെയ്തോ. ആള് വെറുതെ ബുക്ക് ചെയ്ത് നോക്കിയതാണ്. ശനിയാഴ്ചത്തേക്കായിരുന്നു വേണ്ടത്. അപ്പൊ ഇന്നിപ്പോ വെറുതെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ബുക്ക് ചെയ്ത് നോക്കിയതാന്നാ പറഞ്ഞു. അപ്പൊ നമ്മളോട് ചെല്ലണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് പോയില്ല കേട്ടാ. ഏതായാലും നമുക്ക് കിട്ടി എന്ന് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെങ്കിൽ അത് പോയി. നമുക്ക് വെയിറ്റ് ചെയ്യാം, നമുക്കുള്ള എവിടെ നിന്നെങ്കിലും വരാതിരിക്കുകയല്ല. ആൾക്ക് ശനിയാഴ്ചത്തേക്കാണ്. അവിടെ അങ്ങോട്ട് പോയിട്ട് അവിടെ വെയിറ്റ് ചെയ്യണം, തിരിച്ചിവിടെ കൊണ്ടാക്കണമെന്ന് ചോദിച്ചു. അപ്പൊ അതെങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഒന്ന് വിളിച്ചാണ്. ഏതായാലും നമുക്കറിയാവുന്ന വിവരങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആള് കൺഫേം ആണെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്കപ്പോൾ വെയിറ്റ് ചെയ്യാം, അടുത്ത ട്രിപ്പ് വരുമോ നോക്കാം. ഓക്കെ,
2.5 മണിക്കൂറിന് ശേഷം നമുക്ക് ഇവിടുന്ന് ട്രിപ്പ് അടിച്ചേക്കാണ് കേട്ടാ. ഒരു ഇന്റർസിറ്റി വന്നായിരുന്നു, പക്ഷെ അത് 14 കിലോമീറ്റർ പോയി എടുക്കണം. അതുകൊണ്ട് അത് നമ്മൾ നിരസിച്ച് മെസ്സേജ് ഇട്ടു, വരാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടു. നമുക്കിപ്പോ ഇവിടുന്ന് കുണ്ടന്നൂർ അടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഇവിടുന്ന് 2.5 മണിക്കൂറിന് ശേഷമാണ് കേട്ടോ നമുക്ക് ട്രിപ്പ് അടിക്കുന്നത്. ഓക്കെ ഗയ്സ്, അപ്പൊ നമ്മളിപ്പോ ഉള്ളത് ഫോർട്ട് കൊച്ചിയാണ് കേട്ടോ. ഫോർട്ട് കൊച്ചി നമ്മൾ സ്ഥിരം ചായ കുടിക്കുന്ന അവിടെ വന്ന് ചായ കുടിച്ചു. നമ്മളിപ്പോ യൂബർ ഓൺ ആക്കിയിട്ടുണ്ട്. നമുക്ക് റാപ്പിഡോയിൽ കിട്ടിയ എമൗണ്ട് ആണ് കേട്ടോ, 276 രൂപ ലഭിച്ചു കേട്ടോ. 13 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്തു. ഇപ്പോൾ യൂബറും കൂടെ ഓൺ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഗ്രൗണ്ടിൻ്റെ അവിടെ പോയി കിടക്കാം കേട്ടോ. ഇവിടെ ഭയങ്കര വെയിലാണ്. ഓക്കെ, നമുക്ക് ഇവിടുന്ന് ട്രിപ്പ് ഒന്നും ലഭിച്ചില്ല കേട്ടോ. നമ്മള് ഫോർട്ട് കൊച്ചിന്ന് കുണ്ടന്നൂർക്ക് ഡെസ്റ്റിനേഷൻ കൊടുത്തായിരുന്നു. ഫോറമാളാണ് ഡെസ്റ്റിനേഷൻ കൊടുത്തത്, പക്ഷെ കിട്ടിയില്ല. റാപ്പിഡോയിൽ കൊടുത്ത് തൃപ്പൂണിത്തറ അടിച്ചു, പക്ഷെ എനിക്ക് എടുത്തിട്ട് കിട്ടിയില്ല. പിന്നെ ഇപ്പൊ നമ്മളിവിടുന്ന് കാലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ. കാരണം ഇനി ഈ സമയത്തൊക്കെ സിറ്റിക്കുള്ളിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബ്ലോക്കാ. ഒരു 7 മണിയൊക്കെ ആകുമ്പോ ഒന്നുകൂടെ ഇറങ്ങാം കേട്ടോ. ഈ സമയത്ത് ബ്ലോക്ക് കൂടുതലായോണ്ടാണ്, വെറുതെ ഓടാന്ന് മാത്രമേ ഉള്ളൂ. ഇന്ധനം വെറുതെ കത്തിപ്പോവാണ്. ഒരു 10 കിലോമീറ്റർ പോകാൻ 1 മണിക്കൂറൊക്കെ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ധനം അവിടെ ചെന്ന് അവസാനിക്കും, നമുക്കൊന്നും കിട്ടിപ്പോരുണ്ടാവില്ല. അപ്പൊ ഈ 4 മണി 4:30 ആ സമയത്ത് ഞാൻ ഓട്ടം നിർത്താറുണ്ട് കേട്ടോ പൊതുവെ. എന്നിട്ട് പിന്നെ ഒരു 7 മണി 7:30 കൊള്ളിച്ച് ഇറങ്ങാറുള്ളൂ. ഊണൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങും. പിന്നെ ഓട്ടം ഉണ്ടെങ്കിൽ അങ്ങ് ഇരിക്കും കേട്ടോ. ഓക്കെ, നമുക്കായാലും 7:30 ആകുമ്പോൾ ഇറങ്ങാം. ഓക്കെ, അങ്ങനെ നമ്മളിപ്പോ 4 മണിക്ക് ശേഷം വീണ്ടും യൂബർ ഓടാൻ ഇറങ്ങിയേക്കാണ് കേട്ടോ. യൂബറും റാപ്പിഡോയും ഓൺ ആക്കിയിട്ടിട്ടുണ്ട്. യൂബറും റാപ്പിഡോ ഓൺ ആക്കിയിട്ടേക്കാണ്. നിലവിലിപ്പം നമ്മൾ 7 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 8 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കാണാതിരിക്കുമോ? ഭയങ്കര വെട്ടം പോലെ തോന്നുന്നുണ്ട്. ഏതായാലും 8 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ട്രിപ്പ് അടിക്കുമോയെന്ന് അറിയത്തില്ല. സമയം ഇപ്പം 8 പോകുന്നു കേട്ടോ. 7:55 നമ്മൾ ഊണൊക്കെ കഴിഞ്ഞു. നമ്മൾ ഒരു 10-11 മണി 12 മണി വരെ ഓടാന്നുള്ള വിചാരിച്ചാണ് ഇറങ്ങിയേക്കുന്നത് കേട്ടോ. ഇന്നാളത്തെ പോലെ ഓട്ടം ഉണ്ടെങ്കിൽ നമുക്ക് ഇരുന്ന് പിടിക്കാം. അന്ന് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ നൈറ്റ് ഓടാൻ ഇറങ്ങിയിട്ട് 2 മണി വരെ ഓടി. 2 മണി കഴിഞ്ഞ് ഓടായിരുന്നു. 2 മണിക്ക് നമ്മൾ ഓഫാക്കി വെച്ചു. ഓഫാക്കി തിരിച്ചു പോന്നു. അപ്പോൾ നമ്മളിന്ന് മാക്സിമം ട്രിപ്പ് എടുക്കാം. ഓക്കെ, നമുക്ക് നൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇന്റർസിറ്റി അങ്ങോട്ട് ഓഫാക്കിയിട്ടേക്കാം. നൈറ്റ് നമുക്ക് ഇന്റർസിറ്റിയുടെ ആവശ്യമില്ല. കാരണം ഇന്റർസിറ്റി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺ വരവൊന്നും നടക്കില്ല. അതുകൊണ്ട് നമുക്ക് ഇന്റർസിറ്റി വേണ്ട, സിറ്റിക്കുള്ളിലുള്ള കളികൾ മതി. ഓക്കെ, അപ്പോൾ ഇന്റർസിറ്റി ഓഫ് ആക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ട്രിപ്പ് വരുമെന്ന് നോക്കാം. ഓക്കെ, അങ്ങനെ നമുക്ക് ഇവിടുന്ന് ഒരു ട്രിപ്പ് അടിച്ചേക്കാണ് കേട്ടോ. കടവന്ത്രക്കാണ് അടിച്ചേക്കുന്നത് കേട്ടോ. നമുക്ക് അങ്ങനെ ട്രിപ്പ് അടിച്ചിരിക്കുകയാണ്. കടവന്ത്രക്കാണ്. ഇവിടുന്ന് രമ്യയാണ് കേട്ടോ ബുക്ക് ചെയ്തേക്കുന്നത്. ഓക്കെ, നമുക്കപ്പോൾ രമ്യനെ കൊണ്ടാക്കാം. ഇത് ഞാൻ കൊണ്ടുപോകാറുള്ളതെന്ന് തോന്നുന്നു. കാരണം ഇടയ്ക്ക് 1-2 തവണ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. എൻ്റെ വീടിനടുത്തുനിന്ന് തന്നെയാണ് കേട്ടോ. 50 മീറ്ററേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ ആ ട്രിപ്പ് കംപ്ലീറ്റ് ആയി. കടവന്ത്രയിലോട്ടായിരുന്നു. കടവന്ത്ര കൊണ്ട് ആളെ ഇറക്കി. നമ്മൾ ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ 9 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. അടുത്ത ട്രിപ്പ് വരുമെന്ന പ്രതീക്ഷയിൽ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, അടുത്ത ട്രിപ്പ് വരട്ടെ കേട്ടോ. നമ്മളിവിടെ ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൻ്റെ അവിടെ വന്നപ്പോൾ നമുക്ക് മെഡിക്കൽ ട്രസ്റ്റിൻ്റെ അവിടെ നിന്ന് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. റാപ്പിഡോയിലാണ് കേട്ടോ. എങ്ങോട്ടാണെന്ന് അറിയത്തില്ല. ഒരു 263 രൂപയാണ് കാണിച്ചേട്ടാ. അപ്പൊ നമുക്ക് ഏതായാലും ആ ട്രിപ്പ് പോയി എടുക്കാം. ഓക്കെ, വെയിറ്റ് ചെയ്യുമെന്ന് അറിയത്തില്ല. ഓക്കെ, നമുക്ക് ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ നമ്മളിപ്പോ
അങ്ങനെ നമ്മളിപ്പോ കുമ്പളങ്ങിയിലാണ് കേട്ടാ. കുമ്പളങ്ങി നമുക്ക് ഡ്രോപ്പ് കഴിഞ്ഞു. 270 രൂപ ലഭിച്ചു കേട്ടാ. റാപ്പിഡോയിലായിരുന്നു. അപ്പൊ നമ്മൾ വീണ്ടും യൂബർ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുമ്പളങ്ങി ഒരു 1/2 കിലോമീറ്റർ ഇച്ചിരി ഉള്ളിലോട്ട് കയറിയാണ്. നമുക്ക് വഴിയിൽ ഇറങ്ങി കിടക്കാം. ഓക്കെ, ഹൈവേയിലോട്ട് ഇറങ്ങി കിടക്കാം കേട്ടാ. ഇവിടുന്ന് ചിലപ്പോ ആണെങ്കിൽ ഒരു മറ്റേ റെയിൽവേ സ്റ്റേഷൻ അടിക്കാൻ ചാൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും അടിക്കാതിരിക്കും, നമുക്ക് നോക്കാം. 9 സമയമായി. ഏതായാലും 10-11 മണി വരെ ഓടാം കേട്ടാ. നോക്കട്ടെ, നമുക്ക് ഏതായാലും നോക്കാം. ട്രിപ്പ് വരാൻ ചാൻസ് ഉണ്ട്. നമുക്കിവിടെ റോഡിലോട്ട് ഇറങ്ങി കിടക്കാം. ഓക്കെ, നമുക്ക് ഇവിടുന്ന് ചെറിയൊരു നോർത്ത് റെയിൽവേ സ്റ്റേഷനിലായിട്ട് ചെറിയൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടാ. നമ്മൾ എടുക്കാൻ വന്നേക്കാണ്. ആള് ഇവിടെ എവിടെയോ നിപ്പുണ്ട്. എവിടെയാണെന്നറിയാൻ പാടില്ല. നമുക്കൊന്ന് എവിടെയോ ഉണ്ട്. നമ്മൾ കഴിഞ്ഞു പോകുന്നു തോന്നുന്നു. ഓക്കെ, നമുക്ക് ഏതായാലും ആളെ പിക്ക് ചെയ്യാം. നമ്മൾ ഇച്ചിരി ഫ്രണ്ടിലോട്ട് കയറി പോകുന്നു. ഓക്കെ, നമ്മളിപ്പോ നോർത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. നമ്മുടെ ട്രിപ്പ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. ഇതാണ് 11 കിലോമീറ്റർ ഉണ്ടായിരുന്നു. 177 ക്യാഷ് കളക്റ്റഡും 213 രൂപ നമുക്ക് ലഭിച്ചോട്ടോ. അപ്പൊ നമ്മളിവിടെ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ വെയിറ്റ് ചെയ്യാണ്. ഇപ്പൊ സമയം 10:50 കേട്ടാ. ഒരു 11:30 വരെ നമുക്ക് നിൽക്കാം, കഴിഞ്ഞിട്ട് നമുക്ക് പോവാം. ഓക്കെ, അങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് വേറൊരു ട്രിപ്പ് അടിച്ചേക്കാണ് കേട്ടാ. ഉക്കാരമുക്കി തന്നെയാണ്, നമ്മുടെ തൊട്ടടുത്തു നിന്ന് തന്നെയാണ് കേട്ടാ. ഏതായാലും നമുക്ക് ഇന്ന് പിക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ വീഡിയോ നമ്മൾ പുതിയ വെച്ച് അവസാനിപ്പിച്ചു കേട്ടോ. അപ്പൊ നമ്മളുള്ള മരടിലാണ്. അവിടെ നിന്ന് കാലിക്ക് പോന്നു. എൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പൊ നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റിൽ തന്നെ നമ്മൾ വന്നേക്കാണ് കേട്ടോ. അപ്പൊ ടോട്ടലി നമ്മളിപ്പം $2,900 നമ്മൾ ഏൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. യൂബറിൽ 2377, റാപ്പിഡോയില് 545. അപ്പൊ നമ്മുടെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇപ്പൊ സമയം 11:35 കേട്ടോ. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് നൈറ്റ്. ഓക്കെ, ബൈ ബൈ.